Like your style, girl. This one. This one. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ അത്ലോണിലെത്തി. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. അത്ലോണിലെ കുറേ കാഴ്ചകൾ. ഞങ്ങൾ സെക്കൻഡ് ഡേ ഒന്ന് ഗോൾവേ കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും ഗോൾവേയിലേക്ക് യാത്രയാണ്. ട്രെയിനിലാണ് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി ഗോൾവേയിൽ. അപ്പം ആദ്യത്തെ ഞങ്ങളുടെ പ്ലാൻ വെച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ വളരെ അടുത്തായിട്ട്, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, എയർ സ്ക്വയറിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ അയർലൻഡ് ഹിസ്റ്ററിക്ക് എടുക്കുമ്പം ഗോൾവേയിൽ വളരെ പോപ്പുലറായിട്ടൊരു പ്ലേസാണ്, ഒരു പാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. എയർ സ്ക്വയർ പാർക്കാണ്. അപ്പം നമ്മൾ അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ എയർ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ തന്നെ അതിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആക്ച്വലി ആ ഒരു ലോഗോ നമ്മൾ കാണുമ്പോൾ തന്നെ, ഞാൻ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പം അതിൻ്റെ കളറല്ല ആക്ച്വലി, അത് തുരുമ്പെടുത്തിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ ആ ഒരു മോഡലാണോ ഈ തുരുമ്പിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ആ ഒരു ലോഗോ. അങ്ങനെ ഞാൻ ലോഗോൻ്റെ ആ അടുത്തേക്കൊന്ന് നീങ്ങി. ആ ലോഗോന് ചുറ്റിലുമായിട്ട് കുറേ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. എല്ലാം ഈ മാനുവലായിട്ട് ഉണ്ടാക്കുന്ന പോട്ട്സാണ്. പിന്നെ പോട്ടേഴ്സ് മാർക്കറ്റ് എന്ന് പറയും കേട്ടോ ഈ ഒരു ഏരിയനെ. ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ ഇങ്ങനെ വിലയൊക്കെ നോക്കി, ഒന്നും മേടിക്കാൻ പറ്റില്ല, ഒടുക്കത്ത വിലയാണ്. നമുക്ക് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു. ഒരു കണക്കിനൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഇത്ര വില കൊടുത്തു എന്ന് വെച്ചാൽ അത്ര കുഴപ്പമൊന്നുമില്ല. കാരണം മാനുവലി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് ബോധ്യമാവും കേട്ടോ. ഇവിടെ അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഓൾറെഡി പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം പെറുക്കി അടക്കി വെച്ചു. അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇതൊക്കെ സഞ്ചാരത്തിലൂടെ മാത്രമാണ് നമ്മൾ ഈ സ്ട്രീറ്റിൽ നിന്ന് പാടുന്നവരൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒന്ന് കാണുന്നത്. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അങ്ങനെ ഒന്നും കാര്യമായിട്ട് മേടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളുടെ സമയം പോകും കേട്ടോ. അതെ, ഇവിടെ ഒരു ചേട്ടൻ പാട്ട് പാടുന്നുണ്ട്. ചുമ്മാ അതൊന്നും അല്ല കേട്ടോ. ആ ഫ്രണ്ടിലിരിക്കുന്ന ബാഗിൽ നമുക്ക് സഹായിക്കേണ്ടവർക്ക് സഹായിക്കാം. ഇവരാരും തന്നെ അധ്വാനിക്കാതെ കാശുണ്ടാക്കുന്നവരല്ല. ഇവരെല്ലാവരും തന്നെ ഇവരുടെ കഴിവ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നമ്മൾ അവരെ സഹായിക്കാമെങ്കിൽ സഹായിക്കാം എന്ന രീതിയിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്. സോ അങ്ങനെ പാട്ട് പാടുന്ന കുറേ സ്ട്രീറ്റ് സിംഗേഴ്സിനെ ഞാൻ കണ്ടിരുന്നു അവിടെ. നമ്മുടെ നാടുകളിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. എനിക്കിതെല്ലാം ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആകെ എറണാകുളത്തെ ബ്രോഡ്വേയിൽ പോയി പരിചയം മാത്രമേ ഉള്ളൂ. ഞാനൊരു എറണാകുളംകാരി ആയതുകൊണ്ട്. പക്ഷേ ഈ ബ്രോഡ്വേയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രീറ്റാണ്. പിന്നെ ബ്രോഡ്വേയിൽ ഇവിടെ എനിക്ക് ഈ സെയിമായിട്ട് തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ നിന്നു കൊടുത്താൽ മതി, ആളുകൾ തമ്മിൽ നമ്മളെ ഉന്തി മുന്നോട്ട് വെക്കോളും. അമ്മാതിരി തിരക്കാണ് കേട്ടോ. എനിക്ക് തോന്നി ഈ പാട്ടൊക്കെ പാടുന്നതിന് ഞാൻ കൂടുതലും സ്റ്റുഡൻസിൻ്റെ ആ ഒരു നേച്ചറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ കണ്ടിട്ട്. ചിലപ്പം സ്റ്റുഡൻസ് ആയിരിക്കാം, അവരുടെ കഴിവ് വെച്ച് മണി ഏൺ ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും ഇവിടെ. പിന്നെ ഞാൻ വഴിയരികിൽ കണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ കൂടുതലും കണ്ടത്. മാനുവലി ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഈ സുവനീറുകളാട്ടോ. ഈ ഓരോ രാജ്യങ്ങളിലും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ആ രാജ്യത്തിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ചെറിയൊരു ലോഗോ പോലെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഇങ്ങനെ വെക്കത്തില്ലേ, വീട്ടിലൊക്കെ വെക്കത്തില്ലേ ഞങ്ങൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയി അതിൻ്റെ സുവനീഴ്സൊക്കെ കിട്ടുന്നതല്ല. അതാണ് ആക്ച്വലി ഇതെല്ലാം. പിന്നെ ആ ഒരു സ്ട്രീറ്റിലൂടെ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു. ഈ ഒരു ഏരിയ മുന്നോട്ട് പോകുമ്പം അത് ഫുള്ള് പബ്ബുകളാണ്, അതായത് ബാറ്, അതായത് ഓപ്പണായിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാം, ഡ്രിങ്ക്സ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഴിവുള്ളൊരു മനുഷ്യനെ കണ്ടു. അങ്ങേരെ എന്തോ ഒരു സംഗീതോപകരണമാണ് വായിക്കുന്നത്. നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ ഈ
എന്താ പറയുക, നമ്മൾ സാധാരണ കൊട്ടണ, ഞാൻ ഇങ്ങനത്തെ സ്റ്റൂളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റൂള് നമ്മുടെ നാട്ടിലില്ലേ, ഒരു പ്ലാസ്റ്റിക് താഴെ വെച്ചിരിക്കുന്ന സാധനം കണ്ടോ. അയാൾ വെറൈറ്റി ആയിട്ട് തോന്നിയാണ് അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഉഴപ്പി, ഒന്നും പാടുന്നില്ല, ചുമ്മാ വഴി കൂടി പോണവർക്കൊക്കെ ജസ്റ്റ് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. Boom shakalak, boom shakalak. Wagwan general. Wagwan. Yeah, that looks more summer now. Look at them, look at them, look at them. It's so good. Super cool girls. What? സോ ഇതൊക്കെയാണ് ആ ഒരു സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ. സോ അടുത്തൊരു വീഡിയോയിൽ ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയതിനെക്കുറിച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് പ്ലീസ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.